ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ചുമയ്ക്കുള്ള മരുന്ന് കഴിച്ചുണ്ടായ ശിശുമരണങ്ങൾ സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സുപ്രധാന യോഗം ചേർന്നു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് കന്നുകാലികൾക്കായുള്ള ഇൻഷുറൻസിനായി ഗോസമൃദ്ധി പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ വ്യാഴാഴ്ച വരെ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള സൂപ്പർ ലീഗ് 2ാം സീസണിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസ് കണ്ണൂർ വാരിയേഴ്സ് പോരാട്ടം. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. കഫ് സിറപ്പ് മൂലമുള്ള ശിശുമരണങ്ങൾ സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സുപ്രധാന യോഗം ചേർന്നു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ചതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ അതീവ ജാഗ്രത പാലിക്കുകയാണ്. ഔഷധ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. ആരോഗ്യ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാർ, പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, സംസ്ഥാന ഡ്രഗ് കൺട്രോളർമാർ, മുതിർന്ന CDSCO ഉദ്യോഗസ്ഥർ എന്നിവർ ഓൺലൈനായി സംബന്ധിച്ചു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച് ചർച്ചയും വോട്ടെടുപ്പും നാളെ നടക്കും. 2025 മലയാള ഭാഷാ ബിൽ, 2025 കേരള പൊതു സേവനാവകാശ ബിൽ ഉൾപ്പെടെയുള്ള വിവിധ ബില്ലുകളുടെ അവതരണവുമുണ്ടാകും. ഭരണഘടനയുടെ 346, 347 അനുച്ഛേദ പ്രകാരം സംസ്ഥാനത്തെ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മലയാള ഭാഷ ഉപയോഗിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. മലയാള ഭാഷാ വികസന ഡയറക്ടറേറ്റും രൂപവൽക്കരിക്കും. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം E. സന്തോഷ് കുമാറിന്. തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിക്കുന്ന ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. അവാർഡ് തുക ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 27 വൈകുന്നേരം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പുരസ്കാര സമർപ്പണ ചടങ്ങ് നടക്കും. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ലളിതകലാ അക്കാദമി സ്ഥാപിക്കുന്ന മ്യൂസിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിഖ്യാത ചിത്രകാരൻ A. രാമചന്ദ്രന്റെ ചിത്രങ്ങളും ശില്പങ്ങളുമാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുക. മതേതര മൂല്യങ്ങൾക്കായി നിലകൊണ്ട കലാകാരനാണ് A. രാമചന്ദ്രൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കലാരംഗത്തെ കരുതലോടെ കാണുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ ചിത്രകലാ പാരമ്പര്യത്തെ പൊതുസമൂഹവുമായി ബന്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വലിയ കടക്കണിയിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ CAG റിപ്പോർട്ട് വ്യക്തമാക്കുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കരയിൽ വിഷൻ 2031 വികസിത സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ടാണ് ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ കന്നുകാലികൾക്കായുള്ള ഇൻഷുറൻസിനായി ഗോസമൃദ്ധി പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പദ്ധതിയിൽ 15% പ്രീമിയം മാത്രമാണ് കർഷകർ വഹിക്കേണ്ടതെന്നും വർഷം തോറും 1 ലക്ഷത്തോളം പശുക്കുട്ടികളെ സർക്കാർ ദത്തെടുത്ത് തീറ്റ നൽകി സംരക്ഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലത്ത് തട്ടാർക്കോണം വെറ്ററിനറി സബ് സെന്ററിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സൈബർ സംവിധാനത്തിലൂടെ മൃഗചികിത്സകൾ ഏകോപിപ്പിക്കുന്ന ഈ സമൃദ്ധി പദ്ധതി കൊല്ലത്ത് നടപ്പാക്കുമെന്ന് ശ്രീമതി ചിഞ്ചുറാണി വ്യക്തമാക്കി. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തു. ദേവസ്വം വിജിലൻസ് SP നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വർണം, വെള്ളി, പണനിക്ഷേപം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വത്തുവകകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP നോർത്ത് ജില്ലാ സമ്പൂർണ്ണ സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം ശക്തി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്.
സഞ്ചാരികളാൽ നിറഞ്ഞ് കോന്നി അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം. പൂജ അവധി ദിവസങ്ങളിൽ റെക്കോർഡ് വരുമാനമാണ് അടവി മുണ്ടോമുഴി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. കല്ലാറിലെ കുട്ടവഞ്ചി സവാരി ആസ്വദിക്കാൻ പൂജ അവധി ദിനങ്ങളിൽ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അടവിയിൽ അനുഭവപ്പെട്ടത്. വനം വകുപ്പ് കോന്നി ഡിവിഷൻ വനവികാസ് ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ 303 സവാരികളിൽ നിന്നായി ഈ മാസം 1 മാത്രം 1,81,800 രൂപയുടെ റെക്കോർഡ് വരുമാനമാണ് ഉണ്ടായത്. രാവിലെ 8:30 മുതൽ 5:30 വരെ തുറന്നു പ്രവർത്തിക്കുന്ന കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ ഒരു കുട്ടവഞ്ചി സവാരിക്കായി 600 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വനവിഭവങ്ങൾ ലഭ്യമാകുന്ന ഇക്കോ ഷോപ്പും കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തിൽ പുതുതായി അനുവദിച്ചിട്ടുള്ള കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ ബോയ്സ് ഹൈസ്കൂൾ കോമ്പൌണ്ടിലുള്ള കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. വിദ്യാലയത്തിൽ അടുത്ത മാസം മുതൽ ക്ലാസുകൾ ആരംഭിക്കും. 1 മുതൽ 5 വരെ ക്ലാസുകളിലേക്ക് കേന്ദ്രീയ വിദ്യാലയ സംഘതൻ പ്രവേശന മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ് പ്രവേശനം നൽകുന്നത്. ഈ മാസം 15-ാം തീയതി വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ക്ലബ് ലീഗിന്റെ 5ാം സീസണിൽ ഹാട്രിക് വിജയം നേടി വിയപുരം ചുണ്ടന്റെ ജൈത്രയാത്ര തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ആലപ്പുഴയിലെ കൈനകരിയിലും കോട്ടയത്തെ താഴത്തങ്ങാടിയിലും ഇന്നലെ എറണാകുളം പിറവത്ത് നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടനാണ് ജേതാവായത്. ഇക്കൊല്ലം CBLൽ 3 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 30 പോയിന്റുമായി വിയപുരം ചുണ്ടൻ 1ാം സ്ഥാനത്താണ്. വിയപുരം ചുണ്ടന് കടുത്ത വെല്ലുവിളി നേരിടുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടിൽ നിന്നാണ്. ഇനി ചുണ്ടന്മാരുടെ പോര് ഈ മാസം 17-ന് എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ജലോത്സവത്തിലാണ്. ഡിസംബർ 6-ന് കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ്സ് ജലോത്സവത്തോടുകൂടിയാണ് ഇക്കൊല്ലത്തെ CBL മത്സരങ്ങൾ സമാപിക്കുന്നത്. കേരള സൂപ്പർ ലീഗിന്റെ 2ാം സീസണിൽ തിരുവനന്തപുരം കൊമ്പൻസ് ഇന്ന് കളത്തിലിറങ്ങും. കണ്ണൂർ വാരിയേഴ്സുമായാണ് പോരാട്ടം. വൈകിട്ട് 7:30 തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 44 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 197 റൺ എന്ന നിലയിലാണ്. കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. കായികരംഗത്ത് 2,400 കോടിയോളം രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ സർക്കാർ നടപ്പാക്കിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. പാലക്കാട് മുതുതല ഗ്രാമപഞ്ചായത്തിലെ ആധുനിക ഗ്രൌണ്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത 6 മാസത്തിനകം ഗ്രൌണ്ടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കായിക വകുപ്പ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി രാഷ്ട്രീയ പാർട്ടികളുടെയും ജനങ്ങളുടെയും പ്രശംസ നേടിയിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പട്നയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SIR നിയമപരമായും വ്യവസ്ഥകൾ അനുസരിച്ചുമാണ് നടപ്പാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ബീഹാറിൽ സ്വതന്ത്രവും സമാധാനപരവുമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാരിന്റെ സാംസ്കാരിക കാര്യ വകുപ്പിന് കീഴിലുള്ള ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രവും ഗ്രാമസ്വരാജ് ഫൌണ്ടേഷനും സംയുക്തമായി അധ്യാപക ദിനാഘോഷം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം YMCA ഹാളിൽ നടന്ന ചടങ്ങിൽ മികച്ച അധ്യാപകർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചുമയ്ക്കുള്ള മരുന്ന് കഴിച്ചുണ്ടായ ശിശുമരണങ്ങൾ സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സുപ്രധാന യോഗം ചേർന്നു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് കന്നുകാലികൾക്കായുള്ള ഇൻഷുറൻസിനായി ഗോ സമൃദ്ധി പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ വ്യാഴാഴ്ച വരെ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള സൂപ്പർ ലീഗ് 2ാം സീസണിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസ് കണ്ണൂർ വാരിയേഴ്സ് പോരാട്ടം. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.